ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി കൊണ്ടാണ്. റവയും തേങ്ങയും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ കട്ടൻ ചായന്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് നല്ല ടേസ്റ്റിയാണ്. കറിന്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യം വരുന്നില്ല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു മിക്സിന്റെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാൻ 236 ml ഒരു കപ്പാണ് റവ ഇട്ട് കൊടുത്തത്. അത് വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി അര കപ്പ് തേങ്ങയൂടെ ഇതിലോട്ട് ചേർക്കാം. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 5 അല്ലി ചെറിയ ഉള്ളിയൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഫ്ലേവർ ഉള്ള കാരണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് വെള്ളമൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ റവയുടെയും തേങ്ങയുടെയും മുകളിൽ നിൽക്കേണ്ട രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം നല്ല പോലെ അരച്ചെടുത്തു. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ബൗളിലോട്ടെല്ലാം മാറ്റി ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഇതിൽ ഉപ്പുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാൻ. ഇതിൽ ഞാൻ ഇട്ടതിൽ ഉപ്പ് കറക്റ്റ് ആയിരുന്നു. ഇനി ഇത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇതിൽ നെയ്യിൻ്റെയോ വെളിച്ചെണ്ണൻ്റെയോ ആവശ്യം ഒന്നും വരുന്നില്ല. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് ഉള്ളു വേവാത്ത മാതിരിയാവും. ഇപ്പോൾ ഞാൻ ഇതെല്ലാം രണ്ട് പുറവും ചുട്ടെടുത്തു. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും. അപ്പോൾ ഇത് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട്. അതുപോലെ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ചുട്ടെടുത്തു. ഇത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതൊരു കറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതില് കറി വേണവർക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടി. ഇത് കുട്ടികൾക്ക് സ്കൂൾക്ക് വേണമെങ്കിലും നമുക്ക് കൊടുത്തു വിടാം. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. Thank you.